ടീച്ചറിനെ കാണുന്നില്ല. കാണുന്നില്ല. Good afternoon. ഒരു പൊണ്ണല്ലോ All of you take your textbook. Textbook എടുത്തോ? നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കറണ്ട് അഥവാ കറണ്ട് പോയെങ്കിലും അല്ല റേഞ്ച് ഇല്ലെങ്കിൽ ക്ലാസ് പോയെങ്കിലും നമുക്ക് കിട്ടില്ലല്ലോ. നമുക്ക് ഈ ക്ലാസ് എടുക്കാം, ഈ പീരീഡ് നമുക്ക് ഹിന്ദി എടുക്കാം. ലിസൺ. രാവിലത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നിങ്ങള് മ്യൂട്ട് ആയില്ല അല്ലെ? Listen here. या से यज्ञ यमुना, रा से रथ रसी, ला से लड्डू लड़का, വാ से वग വട്. ഇതാണ് രാവിലത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് നോക്കിയോ, നെക്സ്റ്റ് പേജിൽ നോക്കിയേ, പേജ് നമ്പർ 29. ഷ ഷ സ ഹ. ഏതൊക്കെയാണ്? ഷ, വായിച്ചേ. ഷ ഷ സ ഹ. എന്താ ഷഹബറ ബിയോണ മിസ് മിസ് എന്ന് വിളിക്കുന്നത് എന്താണ്? ഷഹബറ, വേറെ ഷഹബറ അൺമ്യൂട്ട് ചെയ്തേ. മിസ് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ വായിച്ചിട്ടില്ല. ഇയർഫോൺ ഇല്ലാതെ പറ്റുന്നില്ല, ഹെഡ്ഫോൺ വേണം. എന്താണ് ഷഹബറ പറഞ്ഞത്? മനസ്സിലായില്ല. രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ വായിച്ചിട്ടില്ല. രാവിലത്തെ ക്ലാസ്സിൽ വായിച്ചില്ല അല്ലെ? നമുക്ക് അടുത്തൊരു പീരീഡ് കൂടെ വരുന്നില്ലേ, ആ ക്ലാസ്സിൽ നമുക്ക് വായിക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇത് പാഠം എടുക്കാലോ. ച ഷ സ ഹ അല്ലേ? ച സേ ശൽഗം ശർബത്ത്. ഓളപ്പിച്ചേ. ച സേ ശൽഗം ശർബത്ത്. എന്താണ് ശൽഗം എന്ന് പറഞ്ഞാല്? ടർണിപ്പ്. എന്താണ്? മുള്ളങ്കി അല്ലെ? ശൽഗം കണ്ടിട്ടുണ്ടോ നിങ്ങള്? നെക്സ്റ്റ് നോക്കിയേ. ശാസേ ശർബത്ത്. ശർബത്ത് നമ്മൾ ശർബത്ത് കുടിച്ചു പറയുന്നില്ലേ? എന്താണത്? കോൾഡ് ഡ്രിങ്ക്, തണുത്ത വെള്ളം അല്ലെ? കോൾഡ് ഡ്രിങ്ക്സ് പറയും. ജ്യൂസ്, ശർബത്ത് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ജ്യൂസ്, അങ്ങനത്തെ ഉള്ളതാണ് ശർബത്ത്. ശാസേ ശൽഗം ശർബത്ത്. നെക്സ്റ്റ് നോക്കിയേ. ഷ. ഏതാണ് അക്ഷരം? ഷ. ഷാസേ ഷഡ്കോൺ ഷഡ്പത്. ഷാസേ ഷഡ്കോൺ ഷഡ്പത്. എന്താ ഷഡ്കോൺ എന്ന് പറഞ്ഞാല്? 6 വശങ്ങളുള്ള, 6 കോണുകളുള്ള ആ രൂപത്തിനാണ് ഷഡ്കോൺ എന്ന് പറഞ്ഞത്. 6 കോണുകളില്ലേ നോക്കിയോ? 1 2 3 4 5 6. 6 കോണുള്ളതിനാണ് ഷഡ്കോൺ എന്ന് പറയുന്നത്. ഷഡ് എന്ന് പറഞ്ഞാൽ 6 എന്നല്ല, ഹെക്സാഗോൺ എന്ന് പറയുന്നത്. ഷാസെ ഷഡ്പത്. എന്താ ഷഡ്പത് എന്ന് പറഞ്ഞാല്? ബി, ബമ്പിൾ. ഷഡ്പദം നമ്മൾ പൂമ്പാറ്റയ്ക്ക് ഷഡ്പദം എന്ന് പറയും അല്ലെ? അങ്ങനെയുള്ള ആ വർഗത്തിലുള്ള ആ പ്രാണികൾക്കാണ് നമ്മൾ ഷഡ്പദം എന്ന് പറയാം. ഷാസെ ഷഡ്പദം നിങ്ങൾ പഠിച്ചാൽ മതി. ബ്രാക്കറ്റിൽ കണ്ടോ ഭംവരാന്ന് കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട, ഷഡ്പദം എന്ന് പഠിച്ചാൽ മതി. ഷാസെ ഷഡ്പദ്. സാസെ സടക്ക് സപേര. എന്താണ് സടക്ക്? റോഡ്. എന്താണ്? റോഡ്. സാസെ സടക്ക്. സാസെ സപേര. എന്താ സപേര പറഞ്ഞാല്? പാമ്പാട്ടീനെ അറിയോ നിങ്ങൾക്ക്? പാമ്പിനെ ഇങ്ങനെ മകുടി കൂതിയിട്ട് പാമ്പിനെ അനുസരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്?
ഉണ്ടല്ലേ, അതാണ് സ്നേക്ക് ചാർമർ എന്ന് പറയും, പാമ്പാട്ടി. സപേര. ഹ സേ ഹൽ ഹദൗഡ. ഹൽ എന്ന് പറഞ്ഞ എന്താണ്? കലപ്പ, പ്ലോ എന്ന് പറയും. നമ്മള് പിന്നെ വയലിലൊക്കെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഇത് നമ്മളിപ്പോ പിക്ചറിൽ മാത്രമേ കാണുന്നുള്ളൂ, ഇപ്പൊ എവിടെ ഇല്ല, ഇപ്പൊ എല്ലാം മെഷീൻ ആയില്ലേ. കലപ്പ എന്ന് പറയും. എന്താണ് പണ്ട് കാലത്ത് വയലില് കണ്ടിട്ടില്ലേ നിങ്ങള്? പിന്നെ വയലൊക്കെ ഉഴുതു മറിച്ചിടുന്ന എങ്ങനെയാ? കാളകളെ കെട്ടിയിട്ടല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടത്? അതിന് അടിച്ചടിച്ച് അത് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയൊക്കെയാണ് കിളച്ച് മറിച്ച പോലെ ആക്കും. അതാണ്. ഇപ്പൊ എന്താണ് നമ്മള് ട്രാക്ടർ ഒക്കെ വന്നു വയലില് അല്ലേ? ഹൽ എന്ന് പറഞ്ഞ പ്ലോ, കലപ്പ. ഹഥൗഡ. ഹഥൗഡ പറഞ്ഞ എന്താണ്? ഹാമർ. കണ്ടിട്ടില്ലേ? ചുറ്റിക, അതാണ് ഹഥൗഡ. പിന്നെ ഇപ്പൊ ഈ ക്ലാസ് പഠിക്കുന്നത് ശ, ഷ, സ, ഹ. ഈ 4 അക്ഷരങ്ങളാണ് അതിന്റെ വാക്കുകൾ. ശ സേ ശൽഗം ശർബത്ത്. ഷ സേ ഷഡ്കോൺ ഷഡ്പദ്. സ സേ സഡക് സപേര. ഹ സേ ഹൽ ഹദൗഡ. വൺസ് മോർ. നിങ്ങൾ കൂടെ വായിക്കണം, കുറച്ച് സ്പീഡിലായിപ്പോ അല്ലേ? ശ സേ ശൽഗം ശർബത്ത്. സേ ഷ സേ ഷഡ്കോൺ ഷഡ്പദ്. ബിയോണ എന്താണ്? എന്റെ ബുക്ക് കാണുന്നില്ല. എവിടെ പോയി ബുക്ക്? കാണുന്നില്ല. ബിയോണയോട് പറയാതെ ബുക്ക് എവിടെയാ പോയത്? ബുക്ക് അടുക്കി വെക്കുന്നില്ല അല്ലേ? ബുക്ക് നമ്മൾ പഠിക്കുന്ന ബുക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടേബിളിന്റെ മുകളിൽ അടുക്കി വെക്കണം, അല്ലേ പിന്നെ അത് എവിടെ? ഒരു ബാഗിൽ അടുക്കി വെച്ചതാ കേട്ടോ. ബാഗ് ആരാ കൊണ്ടുപോയത്? എന്നിട്ട് ബാഗിൽ വെച്ച് ഇപ്പൊ തുറന്നു നോക്കുമ്പോ കാണുന്നില്ല. എന്നാ ബുക്ക് എവിടെയോ പോയി. കൊറോണ കഴിഞ്ഞില്ലേ? കൊറോണക്ക് പിന്നെ കുറച്ച് ശമനം വന്നുകൊണ്ട് ബുക്ക് എവിടെയോ ടൂറ് പോയി കാണും. അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ബുക്കും പോയോ? ഇല്ല. ഹിന്ദിയുടെ മാത്രം പോയതാ? അയ്യോ, ആ ബുക്കിന് അവിടെ ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, അതായിരിക്കും മിക്കവാറും. നമ്മുടെ ബുക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അല്ലേ? ടേബിളിന്റെ മുകളിൽ അടുക്കി വെക്കണം. പഠിച്ച് കഴിയുമ്പം അത് അവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പൊ ബുക്ക് ഇറങ്ങിപ്പോരാ. ബുക്കിന് എന്താന്നറിയാ? ബുക്കിന് അടുത്ത പീരീഡ് ഹിന്ദിയാണോ? അടുത്ത പീരീഡ് ഹിന്ദിയാണ്. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, നമുക്കിപ്പോ പഠിച്ചു തീർക്കാം. ഓക്കെ, ലിസൺ. ബിയോണ് ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് യൂട്യൂബ് ക്ലാസ് കേട്ടാ മതി കേട്ടോ. ബുക്ക് വരുമ്പോ എടുത്ത് എഴുതുക. പുറത്തു പോയതായിരിക്കും ബുക്ക്. ഇപ്പൊ ശ്രദ്ധിച്ചേ. ഷ സേ ശൽഗം ശർബത്ത്. ഷ സേ ഷഡ്കോൺ ഷഡ്പദ്. പറഞ്ഞ എല്ലാവരും. സ സേ സഡക് സപേര. ഹ സേ ഹൽ ഹദൗഡ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ച ഷ സ ഹാന്ന് എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം എഴുതണം നോട്ട് ബുക്കിൽ. എന്നിട്ട് താഴെ ഹാഫ് പേജ് ആയില്ലേ? 5 പ്രാവശ്യം എഴുതുമ്പോൾ ഹാഫ് പേജ് ആയി. അതിന്റെ താഴെ ഓരോ പ്രാവശ്യം ഷാസേ ശൽഗം ഷഡ്കോൺ, ഷാസേ ഷഡ്കോ ശൽഗം സർബത്ത്, ഷാസേ ഷഡ്കോൺ ഷഡ്പദ്, സാസേ സഡക്ക് സപേര, ഹാസേ ഹൽ ഹദൗഡ. ഒരു പ്രാവശ്യം എഴുതണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടോ? നമ്മളിപ്പോ ടേക്ക് യുവർ നോട്ട് ബുക്ക്. നമ്മൾ UKG-നെ പഠിച്ചു തീർത്തതല്ലേ? അക്ഷരങ്ങളൊക്കെ പഠിച്ചു തീർത്തതല്ലേ?
അപ്പം 2 പേജ് വിട്ടിട്ട് നിങ്ങളിപ്പോ പറഞ്ഞ വർക്കില്ലേ ഏതൊക്കെയാന്ന് രാവിലെ പഠിപ്പിച്ച യാരാ ലാവ അല്ലെ യാ രാ ലാ വ എഴുതാൻ പറഞ്ഞു. ഇനിയിപ്പം ഇപ്പോഴത്തെ ക്ലാസ്സില് സ ഷ സ ഹ അല്ലെ 2 പേജ് ആയില്ലേ? അവിടെ എന്ത് ഡേറ്റ് എഴുതി വെച്ച 2 പേജിലും? മൂന്നാമത്തെ പേജ് എടുത്ത നിങ്ങള് മൂന്നാമത്തെ പേജില് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും അക്ഷരങ്ങൾ എഴുതാൻ പറ്റും. അമ്മമാരെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ മൂന്നാമത്തെ പേജിൽ ഇപ്പൊ തന്നെ എഴുതണം. ഫസ്റ്റ് ലൈനില് ഒരു പ്രാവശ്യം യാ രാ ല വ ശ ഷ സ ഹ എന്നിട്ട് ഇതിലെ ഇടയിലൂടെ ഓരോ ലൈൻ വേണം. സ്കെയിൽ വെച്ച് ലൈൻ വരയ്ക്കാം. അപ്പൊ ഒരു ലൈനിൽ തന്നെ ഫസ്റ്റ് റോയിൽ തന്നെ ഇത് ഇത്രയും അക്ഷരങ്ങൾ എഴുതണം. ഇത്രയും അക്ഷരങ്ങൾ അവിടെ കൊള്ളും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇത്രയും അക്ഷരം കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ കൊള്ളും, കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ എഴുതിച്ചതാണ് 2 ലൈൻ കോപ്പിൽ. ഇല്ലെങ്കിൽ യാ രാ ലാ വാ വരെ എഴുതുക, ബാക്കി താഴത്തെ ലൈനിൽ എഴുതുക, ബാക്കി താഴോട്ട് ഫുള്ളായിട്ട് എഴുതുക. ഇങ്ങനെ തന്നെ പറ്റൂ. ലൈൻ വരച്ചു കൊടുത്താൽ മതി. അതാണ് അതിന്റെ വൃത്തി കാണാൻ. ഒരു പേജിൽ തന്നെ ഫസ്റ്റ് റോയില് ഈ അക്ഷരങ്ങളെല്ലാം എഴുതാം. അപ്പൊ താഴെ വരെ എഴുതാം. നോട്ട് ബുക്കില് പേജ് ഫുള്ളായിട്ട് എഴുതാം. നന്നായിട്ട് ലൈൻ വരച്ച് നല്ല വൃത്തിയായിട്ട് വേണം താഴെ വരെ എഴുതാൻ. റയാൻ എഴുതിയെടുത്തു അക്ഷരങ്ങളൊക്കെ? അമ്മ എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി താഴോട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം അമ്മയോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നോട്ട് ബുക്കില് 3 വർക്ക് വന്നു അല്ലേ? അപ്പൊ രാവിലത്തെ വർക്ക് അന്നേരം തന്നെ ചെയ്തിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് വെനസ്ഡേ ആവുമ്പോഴേക്കും ഒന്ന് കംപ്ലീറ്റ് ആക്കി കിട്ടിയാൽ മതി. പക്ഷേ ദിവസം കൂട്ടി കിട്ടുമ്പോ നിങ്ങൾ എഴുതുന്നില്ല എന്ന് അമ്മമാര് പറയുന്നേ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ബുക്കൊക്കെ അടച്ചു വെച്ചേ. ഷഹബറ ഇപ്പൊ പഠിപ്പിച്ച കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ച മിസ്സിനെ. ശൽഗം സർബത്ത് ഷട്കോൺ ഷട്പദ് സഡിക്ക സടക്ക് സടക്ക് സപേര സപേര ഹാസെ ഹൽ ഹദൗഡ ഹദൗഡ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കാണ് വായിക്കണം എന്ന് പറയുന്നത്? ആയുഷാണോ? ആയുഷ് വായിച്ചില്ലേ? വായിച്ചില്ല ആയുഷേ? കഴിഞ്ഞിട്ട് വായിച്ചതല്ലേ മോൻ? ആണോ? ആണെങ്കിൽ അടുത്ത കൂട്ടുകാർക്ക് അലൻ ജോസഫ്. ശൽഗം ശർബത്ത് ഷാഷെ ഷട്കോൺ ഷട്പദ് സാസെ സടക് സബേര ഹാസെ ഹൽ ഹദൗഡ. ഓക്കെ, വെരി ഗുഡ്. ഏബൽ ശൽഗം
शरबत श से षटकोण षटपद स से സടക്ക് സപേര सवेरा ह से ഹൽ हल हथौड़ा ഹദൗദ. ഓക്കെ, വെരി ഗുഡ്. ജോവിൻ, ജോവിൻ യാ മുതൽ വായിക്കാം. ജോവിൻ യാ മുതൽ വായിക്കാം. ജോയല് ഷ്യാ മുതലും വായിക്കാം. എന്താണ് എന്താണ് വായിച്ച്? വാസ് ആ. നെക്സ്റ്റ് ജോയൽ. ഓക്കെ, വെരി ഗുഡ്. അൻവിത, എന്താണ് ജോയലെ? പിന്നീട് സംസാരിക്കാം കേട്ടോ. അൻവിത, शलगम शरबत शरबत शासे षटकोण षटपदम പത് सासे सड़क सवेरा सासे हासे हल हडा हडा ഹദൗഡ हडूडा ഹദൗഡ. പറഞ്ഞേ, ഹദൗഡ. हडूडा. ആ, ഈ കുഞ്ഞു വായിൽ എന്ത് വലിയ വാക്കുകളെ പറയുന്നല്ലേ. ഹദൗഡ. ദേവാൻ, എഴുതിക്കോ. ബാക്കിയുള്ളവർ അവിടെ ഇരുന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞ എഴുതിക്കോ. ഞാൻ നോക്കുന്നുണ്ട് ആരൊക്കെയാ വർക്ക് എഴുതാൻ മടിയുള്ളവരെ ഞാൻ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് ഞാൻ വിളിക്കും വൈകുന്നേരം. ആരാ ഞാൻ ഇപ്പൊ വിളിച്ചത്? ദേവാങ്ക്. വായിക്കാൻ പറഞ്ഞ വായിക്ക്. शलगम शरबत शासे षटकोण षटपद सासे सड़क सवेरा ഓക്കെ. हासे हल हदूटा. ആ, വെരി ഗുഡ്. റയാൻ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സമയം ഉറക്കം വരുന്ന സമയം അല്ലെ? വിശക്കുന്നുണ്ടാവും അല്ലെ നിങ്ങൾക്ക്? വേഗം നമുക്ക് നിർത്താം. റയാൻ വായിച്ച. शासे शलगम शरबत शासे षटकोण षटपद साश
സാസേ സഡക് സബേര. റയാന് റേഞ്ച് പോയി. ഓക്കെ, അവൻ തിരിച്ചു വരട്ടെ. ഓക്കെ, വെരി ഗുഡ്. മടുത്തോ? ക്ലാസ് മടുത്തോ? നമുക്കിനി ഒരു ക്ലാസ് കൂടെ വരുന്നുണ്ട് അല്ലേ? നമുക്ക് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതുക. മിസ് ഇപ്പം പോയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, ബൈ, സി യു. ഒത്തിരി എടുത്ത് നിങ്ങൾ മടുത്തു പോകും. കുഞ്ഞു കുട്ടികളല്ലേ നിങ്ങള്. ഓക്കെ, ബൈ.